വേദിയിലിരിക്കുന്ന വിശിഷ്ടാതികളെ പരിചയപ്പെടുത്തുകയാണ്. ജി അമൃതരാജ്, കുരുക്ഷേത്ര പ്രകാശൻ ചീഫ് എഡിറ്ററാണ്. UGC അംഗീകാരത്തോടെ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ മലയാള പുസ്തക പ്രസാധനത്തിൻ്റെ ചരിത്രത്തിൽ ഗവേഷണം നടത്തുന്നു. 2005 മുതൽ 2013 വരെ DC ബുക്സ് എഡിറ്റോറിയൽ സമിതിയിൽ സീനിയർ എഡിറ്ററായി പ്രവർത്തിച്ചു. അടുത്തത് ഡോക്ടർ സുരേഷ് മാധവ്. ഇന്ദിരാമ്മയുടെയും മാധവൻപിള്ളയുടെയും മകനായി കൊല്ലം ജില്ലയിൽ തേവലക്കരയിൽ ജനനം. കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് MA മലയാളം ബിരുദം, കേരള സർവകലാശാലയിൽ നിന്ന് PhD ബിരുദം, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വാഗ്ബടാനന്ദ ഗുരു, തപസ്വി രാമൻ തുടങ്ങിയവരുടെ അപൂർവ രേഖകൾ കണ്ടെത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ പ്രകാശ വിളംബരം, ആനന്ദരഹസ്യം, നീലകണ്ഠ തീർത്ഥപാദർ എന്നിവയാണ് പ്രധാന കൃതികൾ. ഇപ്പോൾ പന്തളം NSS കോളേജിൽ മലയാള വിഭാഗം അധ്യാപകനാണ്. ചട്ടമ്പി സ്വാമികൾ സമഗ്ര വീക്ഷണം എന്നതാണ് ശ്രീ സുരേഷ് മാധവ് സാറിൻ്റെ ക്ലാസ്. ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികളുടെ പുനഃപ്രകാശനമാണ്. ആ പ്രകാശനം നിർവഹിക്കുന്നത് സാധാരണ അങ്ങനെ സാധിക്കാറില്ല. അതിന് ഏറ്റവും യോഗ്യരായ, അതിന് അർഹതപ്പെട്ട ഒരു വേളയാണിത്. ഈ സമയത്ത് ഒരു സെക്കൻഡ് ഒരു കാര്യം പറയാതെ നിവൃത്തിയില്ല. ഈ ധർമ്മം സംരക്ഷിക്കാനുള്ളൊരു ജാഥ നടക്കുന്ന കാലമാണിത്. ധർമ്മ സന്ദേശം. സ്വന്തം ധർമ്മം ഒരിക്കലും സംരക്ഷിക്കാത്തവരുടെ ഒരു കൂട്ടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആരെയും ആക്ഷേപിക്കാൻ പറയണല്ല, അതൊരു സാമൂഹിക സന്ദേശം നൽകുമെങ്കിൽ നല്ലത് തന്നെ. ചട്ടമ്പി സ്വാമി പരമ്പരയുടെ കാര്യം പറയുകയാണെങ്കിൽ സ്വധർമ്മം അനുഷ്ഠിച്ചവരല്ല അതിൽ പങ്കെടുത്ത ആളുകൾ. കാരണം 100 കൊല്ലം ചട്ടമ്പി സ്വാമി ജീവിച്ച കാലവും സമാധിയായിട്ട് 100 കൊല്ലം ആയപ്പോഴാണ്, ഒരു 5 കൊല്ലം മുമ്പെയാണ് ചട്ടമ്പി സ്വാമി ജനിച്ച വീട് അന്വേഷിച്ച് കുറച്ച് ആളുകൾ ഇറങ്ങിയത്. അത് നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞു. ഇത് 170 കൊല്ലമായപ്പോൾ. ചട്ടമ്പി സ്വാമി മരിച്ചു കഴിഞ്ഞ് 100 കൊല്ലം കഴിഞ്ഞു. അദ്ദേഹം സമാധിയായ സമയത്ത് തീർത്ഥപാദ പരമഹംസരെ പോലെയുള്ള മഹാഖേമന്മാർ ജീവിച്ചിരുന്നു. അദ്ദേഹം ജനിച്ച വീട് നമുക്ക് ഈ സമ്പ്രദായത്തിന് വേണ്ടി സംരക്ഷിക്കണമെന്ന് തോന്നാത്തവരായിരുന്നു അവർ. ആ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം എഴുതുന്നുണ്ട്, നീ പന്നിശ്ശേരിക്ക് എഴുതിയൊരു കത്തുണ്ട്, നീ അവിടെ അതൊക്കെ നോക്കിക്കൊള്ളണം, അവിടെ സമാധിയിൽ എന്നാന്ന് വെച്ചാൽ ചെയ്തോളാം. ഞാനിവിടെ ഒരു ലൈബ്രറി ഉണ്ടാക്കാൻ പോവുകയാണ്, പിന്നെ ഞാനവിടെ ഒരു പൂജ ചെയ്യും. 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവിടെ എന്തോ ഒരു വിളക്ക് വയ്ക്കാനുള്ള സംവിധാനം ഉണ്ടായത്. അപ്പോൾ സ്വധർമ്മം തൻ്റെ ഗുരുനാഥൻ്റെ സമാധിയിൽ നിർവഹിക്കാത്തവർ. അടുത്ത കാര്യം, അപ്പോൾ ജന്മഗ്രഹം അത് എന്നിട്ട് ഒരു പോലീസ് ഓഫീസറുടെ വീടായിരുന്നു, അവിടെ പോയി എന്തോ സമരമൊക്കെ ചെയ്തു. പിന്നെ അത് തൊട്ടടുത്ത് ഒരു സ്ഥലം മേടിച്ച്, ഇപ്പോൾ അവിടെ അത് മേടിച്ചപ്പോൾ കാശില്ലാത്തതുകൊണ്ട് അവിടുത്തെ NSSൻ്റെ ആളുകൾ ആണ് അത് നിർവഹിച്ച് അവിടെ ഒരു പ്രതിഷ്ഠയൊക്കെ വച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി സ്വാമിയുടെ ഏറ്റവും കൂടുതൽ സ്വാമിയുടെ ആശയങ്ങൾ നമുക്ക് ലോകത്തിന് വേണ്ടി എഴുതി വച്ചത് അതൊരിക്കലും അന്വേഷിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യാത്തവരായിരുന്നു ഈ ചട്ടമ്പി സ്വാമി പരമ്പരയിൽ. ആ സമയത്ത് അന്ന് വലിയ പ്രതാപത്തിലായിരുന്നു, ചെറിയ രീതിയിലല്ല. ചട്ടമ്പി സ്വാമി എന്ന് പറഞ്ഞാൽ ചുമ്മാ പേര് കേട്ട ആളുകൾ നമസ്കരിക്കുമായിരുന്നു. ആ നഷ്ടപ്പെട്ടു പോയ കൃതികളുടെ പേരൊക്കെ ഓർത്തിട്ട് കേരളം മുഴുവൻ അന്വേഷിച്ച്, ഒരുപാട് കാലം അന്വേഷിച്ച് അതിൽ 6 ഗ്രന്ഥങ്ങൾ കണ്ടെടുത്ത ഒരാളാണ് ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ സുരേഷ് മാധവ്. അദ്ദേഹം അത് കണ്ടെടുത്ത് അത് പബ്ലിഷ് ചെയ്തു. ആ കൃതികളൊക്കെ ഇതിൽ ചേർത്തിട്ടാണ് ഇപ്പോൾ കുരുക്ഷേത്ര, കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന കുരുക്ഷേത്ര പ്രകാശൻ, ഇപ്പോൾ പുസ്തകോത്സവം, ദേശീയ പുസ്തകോത്സവം നടക്കുകയാണ് എറണാകുളത്ത്. അതിൻ്റെ ഇടയിൽ അതിൻ്റെ ചീഫ് എഡിറ്റർ ഇവിടെ പങ്കെടുക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. ഞാൻ ഈ ചെറിയ ക്യാമ്പ് നടത്തുമ്പോൾ ഞാനിവിടെ ഇല്ലെങ്കിൽ ഉള്ളൊരു സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതേ സ്ഥിതിയാണ് അദ്ദേഹം അവിടെ. അവിടെ നിന്നാണ് ഈ വെളുപ്പിനെ എഴുന്നേറ്റ് ഇവിടം വരെ വന്നിരിക്കുന്നത്. അത് ചട്ടമ്പി സ്വാമിയോടുള്ളൊരു സമർപ്പണമാണ്. ഈ അടുത്ത കാലത്ത് ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ സാറ്, അദ്ദേഹമാണ് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൻ്റെ എല്ലാ അക്ഷരവും നോക്കിയെന്നാണ് പറഞ്ഞത്. എന്നോടൊരാൾ പറഞ്ഞ് ഇതിലെ എല്ലാ അക്ഷരവും അദ്ദേഹം വായിച്ച് നോക്കിയെന്ന്.
എന്നിട്ട് അതിലെ അക്ഷരത്തെറ്റും വ്യാകരണത്തെറ്റും വരെ ശരിയാക്കിയെന്നാണ്. ചില ഭാഷ, ചട്ടമ്പിസ്വാമിയുടെ ഭാഷ മാറിപ്പോയത് ആ ഭാഷ തിരികെ കൊണ്ടുവന്നു എന്നാണ്. ഇപ്പോൾ ചെറിയ പണിയല്ല ഇത് ചെയ്തേക്കണേ. ഇപ്പോൾ എം ഉണ്ണികൃഷ്ണൻ സാർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആളുകൾ MGS ഉൾപ്പെടെയുള്ളവർ, MGSൻ്റെ അറിയാലോ, അപ്പോൾ അവർ ഉൾപ്പെടെയുള്ള കേരളത്തിൽ എഴുതാനറിയാവുന്ന ആളുകളെ കൊണ്ട് അദ്ദേഹം ഒരു 3 വോളിയമുള്ള ഒരു പുസ്തകം ചട്ടമ്പിസ്വാമിയെപ്പറ്റി എൻ്റെ അറിവ് എന്താണെന്ന് എഴുതി 3 വോളിയത്തിലൊരു പുസ്തകം DC ബുക്സിനെ കൊണ്ട് പ്രസിദ്ധീകരിച്ചു. എന്ന് പറഞ്ഞാൽ ചട്ടമ്പിസ്വാമിയുടെ സമ്പ്രദായത്തെ അന്വേഷിക്കുകയും പഠിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് ആ സമ്പ്രദായത്തിൽപ്പെട്ട സന്യാസിമാരല്ല. ഇവർ 3 പേരും ഈ ചെയ്തത് ആരും സന്യാസിമാരല്ല. തിരുവനന്തപുരത്ത് ഡോക്ടർ രാമൻ സാറുണ്ട്, ചട്ടമ്പിസ്വാമി ആർക്കൈവ് എന്ന് പറയും. അദ്ദേഹം തന്നെ പകലിരുന്ന് പണിയെടുക്കുന്നുണ്ട് ഇതൊക്കെ നിലനിർത്താൻ വേണ്ടി. അപ്പോൾ ഞാൻ അവരെയൊന്നും ആക്ഷേപിക്കാനൊന്നുമല്ല കേട്ടോ. സ്വധർമ്മം നമ്മളുടെ സമ്പ്രദായത്തിലൊന്നും അത് അനുഷ്ഠിക്കാൻ കിട്ടുന്ന അവസരം. ഇപ്പോൾ എനിക്ക് ഒരു പുനഃപ്രകാശം എന്നുള്ള ചടങ്ങ് വെക്കണമെന്ന് തോന്നിയത് ഇതിൻ്റെ പിന്നിൽ 2 കൊല്ലത്തെ അധ്വാനം ഈ ഇദ്ദേഹത്തിൻ്റെ ഉണ്ട്, ശ്രീ G. അമൃതരാജ്ജിയുടെ. ആ അധ്വാനത്തിന് നമ്മൾ ചട്ടമ്പിസ്വാമിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന, സാധന ചെയ്യുന്ന, അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ഗുരുകുലം എന്ന നിലയിൽ നമ്മൾക്കതിനൊരു ഉത്തരവാദിത്വമാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല. ഒരു ഉത്തരവാദിത്വം എന്ന നിലയിൽ നമ്മളതിവിടെ ചെയ്യുകയാണ്. പറ്റുന്നവരൊക്കെ പിന്നീടാണെങ്കിലും ഇത് വാങ്ങണം. അപ്പോൾ എല്ലാവരുടെയിലും ചില പ്രതികളുണ്ട്, പക്ഷേ ഇത് ഒന്നിച്ച് നമ്മൾ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഈ പ്രകാശന ചടങ്ങിൽ ആദ്യം ഇത് പ്രകാശിപ്പിക്കുകയാണ്. അതിന് കുരുക്ഷേത്രയുടെ ചീഫ് എഡിറ്ററെ ഈ കോപ്പി ഡോക്ടർ സുരേഷ് മാധവന് നൽകിക്കൊണ്ട് ഇത് പ്രകാശനം ചെയ്യുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. അഗ്നേമയസ്സുപധാരായി അസ്മാൻ വിശ്വാനി ദേവവയുനാനി വിദ്വാൻ യുയുധ്യസ്മജ്ജുഹുരാണമേനോ ഭൂയിഷ്ഠാന്തേ നമ ഉക്തിം വിധേമ. അഭിവന്ദ്യരായ ആചാര്യ ജയൻചേട്ടൻ, കൃഷ്ണ ചേച്ചി, പ്രിയപ്പെട്ട സുരേഷ് മാധവ് സാറ്, എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരായ സാധകരായ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം. ഒരു വളരെ ധന്യമായ ഒരു ചടങ്ങായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ചേട്ടൻ പറഞ്ഞതുപോലെ ചട്ടമ്പിസ്വാമികളുടെ പാരമ്പര്യം അത് പറയാൻ പോവുകയാണെങ്കിൽ ഒരുപാടുണ്ട്. കാരണം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഒന്ന്, ഈ സ്വാമിയുടെ പരമ്പരയിൽ എന്തൊക്കെ നടന്നോ, സ്വാമി എന്തൊക്കെ ചെയ്തുവോ, അതൊക്കെ ജീവിതം കൊണ്ട് അന്വേഷിച്ച് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ സംഘടിപ്പിക്കുന്ന ഒരു ആത്മസാധനാ ശിബിരത്തിൽ ഈ പുസ്തകം, ഈ ഗ്രന്ഥതല്ലജം ഇങ്ങനെ പ്രകാശിപ്പിക്കാൻ പറ്റുന്നു. 2, ജീവിതകാലം മുഴുവൻ ഇതുവരെയുള്ള ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് വേണ്ടി ഈ കഷ്ടപ്പെട്ട 5-6 കൃതികൾ കണ്ടെടുത്തു. ഈ കൃതികൾ കണ്ടെടുത്തു എന്നത് മാത്രമല്ല അതിനകത്തെ വിഷയം, ഞാനതുകൂടെ സൂചിപ്പിക്കാം. അപ്പം സാറിനെ ഞങ്ങളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു ഗവേഷകനാണ്. പലപ്പോഴും ഈ UGC തലത്തിൽ, പ്രൊഫസർഷിപ്പിൻ്റെ തലത്തിൽ ഗവേഷണം എന്നൊക്കെ പറയുന്നത് ശുദ്ധ അബദ്ധവും അബദ്ധത്തിലേക്ക് കാപട്യമാണ്. കാപട്യം എന്നുള്ളൊരു വാക്കല്ലാതെ മറ്റൊന്നും അതിനകത്ത് പറയാനില്ല. തികച്ചും ബോഗസ്, വ്യാജം. അതിനകത്താണ് സാറ് ഈ പണികളൊക്കെ ചെയ്യുന്നത്. അതിന് ദീർഘകാലം ജീവേമ ശരദശതം സാറിന് ജഗദീശ്വരൻ ആയുസ്സും മേധയും ശേഷിയും ശേമുഷിയും എല്ലാം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട സുരേഷ് സാറിന്
സാർ ഈ ചെയ്തെടുത്ത കാര്യം വളരെ നിസ്സാരമായൊരു കാര്യമല്ല. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇത് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഈ മോക്ഷപ്രദീപ ഖണ്ഡനത്തെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം കേൾക്കുന്നുണ്ട്. മോക്ഷപ്രദീപ ഖണ്ഡനം കണ്ടെടുത്തത് സാറാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം സ്വാമിജി എഴുതിയത്, ഭഗവാൻ ചട്ടമ്പിസ്വാമികൾ തിരുവടികൾ എഴുതിയത് കണ്ട ആളുകളുണ്ട്. അത് യോഗശാസ്ത്രത്തെ സംബന്ധിച്ച് സമ്പൂർണമായ ഒരു വിജ്ഞാന കോശം തന്നെയാണ് എന്നൊക്കെ കണ്ടവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ജയചേട്ടൻ പറഞ്ഞ പോലെ ഒരു മനുഷ്യനും അത് ഒന്ന് എടുത്തു വെച്ചില്ല, ഒരു മനുഷ്യനും അതിൻ്റെ കോപ്പി എടുത്തു വെച്ചില്ല. ഈ പറയുന്ന വർത്തമാനം പറഞ്ഞ് എത്രയോ സ്വാമി അങ്ങനെ ചെയ്തു, സ്വാമി ഇങ്ങനെ ചെയ്തു, അതുവഴി പോയപ്പോൾ പാമ്പ് ഇങ്ങോട്ട് വന്നു, സ്വാമി എടുത്ത് കക്ഷത്തി വെച്ചു, ആ കഥ ഈ കഥ, ഇങ്ങനെ പൊട്ടക്കഥ പറഞ്ഞു പൊട്ടക്കഥ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു യോഗിയുടെ ഈ കഥ പറയുന്നതിൽ നമുക്കെന്താണ്, എന്ത് ഗുണമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭഗവാൻ സത്യസായി ബാബ ഇങ്ങനെ നിൽക്കുന്ന നിപ്പിൽ ഈ പറഞ്ഞ ഭസ്മം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ യോഗ സാധനയുടെ സിദ്ധിയുടെയും ഫലമല്ലേ? ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അവിടുത്തെ തിരുമുമ്പിൽ ചെന്ന് നിന്നിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള പരിപാടി ആലോചിക്കുക എന്നുള്ളതാണ്. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് വരുന്നകാല തലമുറകൾക്ക് ബോധ്യപ്പെടുത്താനുള്ള ഒരു പണിയും ചെയ്തില്ല. ചെയ്യാൻ ഗംഭീരമായ ശക്തിയുള്ളവരായിരുന്നു. അത് ഞാൻ ഇവിടെ പറഞ്ഞു. ഇപ്പോൾ പ്രാക്കുളം പത്മനാഭപിള്ള വിചാരിച്ചായിരുന്നു തിരുവനന്തപുരം മുഴുവൻ എഴുതി വാങ്ങിക്കായിരുന്നു. ഒരു നേരത്തെ ഒരൊറ്റ 5 സെൻറ്റ് സ്ഥലം ചെയ്തില്ല. ഇവരുടെയൊക്കെ പേരെടുത്ത് തന്നെ പറയാം. ഇപ്പോൾ പന്നിശ്ശേരി നാണുള്ള അക്കാലത്തെ വേദാന്ത ഡിഡിമന എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ സ്വാമിയുടെ ഒരു പുസ്തകം ഒന്നും എഴുതി വൃത്തിക്ക് സൂക്ഷിച്ചില്ല. എത്രയോ കാലത്തിന് ശേഷം സുരേഷ് മാധവ് വന്നു. സാറ് പറയുന്ന ഒരു കാര്യം, സത്യം പറഞ്ഞ സാറ് തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം സാറ് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. രാജി, ഇത് സാധനം ഇപ്പം നേരത്തെ പോയിരുന്നെങ്കിൽ ഇതിന് ഇരട്ടി പുസ്തകങ്ങൾ കിട്ടിയേനെ. ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തത്, അല്ല ഞാനിത് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. പിന്നെ അതിനകത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറയുമെന്ന് വിചാരിക്കുന്നു. ഓരോരുത്തർക്ക് ചെല്ലുമ്പോഴത്തെ കാര്യം എടുത്ത് അട്ടത്ത് വെച്ചിരിക്കുക, ആർക്കും കൊടുക്കത്തില്ല. എന്തിനാ വെച്ചേക്കെന്ന് അറിയത്തില്ല. കേരളത്തിൽ ചട്ടമ്പിസ്വാമിയുടെ എല്ലാ പാരമ്പര്യത്തിനും ഒരു പരമ്പരാഗത അവകാശി എന്ന് കരുതിയിരുന്ന ഒരു IAS കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ പോകുന്നു. ഈ ചട്ടമ്പിസ്വാമി പൈതൃകത്തെ ഇത്രയും നശിപ്പിച്ച ഒരു മനുഷ്യനില്ല, ഇത്രയും നശിപ്പിച്ച. ഒന്നാം തരം ഒരു പ്രഭാതത്തിൽ വെറുതെ ആവശ്യമില്ലാത്ത ഭാഗം കളയേണ്ട കാര്യമില്ല. ഇത്രയും നശിപ്പിച്ച നമ്മൾ ഒരു കാലത്ത് എവിടെ ചെന്നാലും ഒരു 5-8 വർഷം മുമ്പ് ഞാനിതിൻ്റെ അന്വേഷണത്തിൽ പലയിടത്ത് പോകുമ്പോഴും സാർ എടുത്തുകൊണ്ട് പോയി. സാർ എടുത്തുകൊണ്ട് പോയത് എന്തേ? ഇങ്ങനെ ചില ആളുകളുണ്ട്, എവിടെയെങ്കിലുമൊക്കെ പോയി എടുത്തുകൊണ്ട് പോകും. എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യും? കൊണ്ടുവെക്കും. കാരണം ആർക്കും കൊടുക്കാതെ കൊണ്ടുവച്ചേക്കുക. അങ്ങനത്തെ ഒരുത്തനും വിജ്ഞാനം ഉപയോഗിക്കാൻ പറ്റില്ല. അത് ജഗദീശ്വരൻ അതിനുള്ള ഇത് കൊടുക്കില്ല, സംശയമൊന്നും വേണ്ട. ഈ പറഞ്ഞതുപോലെ കിട്ടുന്നത് നാട്ടുകാർക്ക് കൊടുക്കുന്നവർക്ക് മാത്രമേ വിദ്യ ഇരട്ടിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ജീവിതത്തിൽ കുടം പിടിക്കാതെ തിരുവനന്തപുരത്തിരിക്കുന്നത്. ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് മണിക്കൂറുകൾ അദ്വൈത ദീപികയെക്കുറിച്ച് സംസാരിക്കും. അതുകൊണ്ട് കാര്യമൊന്നുമില്ലെന്ന് ജീവിതത്തിൽ ബോധം നമ്മൾ ഇന്ന് പഠിക്കേണ്ട ഭാഗമാണ്. സാധന എന്ന് പറയുന്നത് ജഗദീശ്വരൻ്റെ ജ്ഞാനത്തിന് എല്ലാവരും അർഹരാണ്. അത് എടുത്തുകൊണ്ട് പോയി പേറ്റന്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ വ്യാസൻ്റെയും വാൽമീകിയുടെയും പതഞ്ജലിയുടെയും ഒക്കെ ശാപം കിട്ടും. കാരണം ഒരു പേറ്റന്റും ഇല്ലാതെ കിട്ടിയത് മുഴുവൻ നമുക്ക് തന്നിട്ട് പോയിരിക്കുന്നവരാണ്. അവരുടെ പേരിലാണ് ഈ വേദാന്തം അടിക്കുന്നത്. എന്നിട്ടാണ് എടുത്തുകൊണ്ട് പോയി പന്നിശ്ശേരി തറവാട്ടിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് എല്ലാം കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് പോയി തിരുവനന്തപുരത്ത് വെച്ചിരിക്കുക. ഓക്കെ, രാമപിള്ള സാർ ചെയ്തു. രാമപിള്ള സാർ നാട് മുഴുവൻ നടന്ന് കിട്ടുന്ന ഒരു നമ്മുടെ നാട്ടുഭാഷ ഒരു പൂട പോലും എടുത്തുകൊണ്ട് പോയി സംരക്ഷിക്കുക നാട്ടുകാർക്ക് വേണ്ടി. അങ്ങനെ ചെയ്താലോ? ഓക്കെ, അതും ചെയ്തില്ല. കേരളത്തിൻ്റെ ഏറ്റവും ഉയർന്ന അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലിരുന്നു ഒരാർക്കൈവ്, ചട്ടമ്പിസ്വാമിക്ക് വേണ്ടി ഒരു സാധനം. ഇവരെയൊക്കെ പിന്നെ നമ്മൾ എങ്ങനെ എന്ത് ആദരിക്കും? ഞാൻ ആറാമേന്ദ്രനാരുടെ കാര്യം പറയുന്നത് കേട്ടോ. കേരളത്തിൽ എത്ര മഹത്തായ, ഇപ്പം എൻ്റെ അച്ഛനൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വല വാഗ്മിത്വം, അദ്ദേഹത്തിൻ്റെ സംസ്കൃതത്തിലുള്ള പാണ്ഡിത്യം, ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം? ഇങ്ങനെ കുറേ സംസ്കൃത പാണ്ഡിത്യം പണ്ഡിതന്മാരെയാണ് ചട്ടമ്പിസ്വാമിക്ക് ഗതികേട് കൊണ്ട് കിട്ടിയത്. മറിച്ച് അതായിരുന്നില്ല ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അവസ്ഥ. അദ്ദേഹത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അറിയാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ മഹത്വം തിരിച്ചറിയുകയും ചെയ്തതുകൊണ്ട് വരും കാലത്തിന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് മനസ്സിലാക്കിയ, സാക്ഷാത്കരിച്ച ആത്മാനന്ദ സ്വാമിയെ പോലെയുള്ള കുറേ മഹാന്മാരായ ശിഷ്യന്മാർ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗുരുദേവൻ എഴുതിയതും പറഞ്ഞതും ഒക്കെ ഇന്ന് നമുക്ക് കൃത്യമായി കിട്ടുന്നുണ്ട്. പാഠസംസ്കരണത്തോടുകൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇതെന്ത് ബുദ്ധിമുട്ടാണെന്ന് അതിനകത്തോട്ട് ചെല്ലുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ അതിനകത്ത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ മോക്ഷപ്രദീപ ഖണ്ഡനം ഞാൻ മുമ്പ് പറഞ്ഞു, യോഗ വിജ്ഞാന കോശമാണെന്ന്. ഇത് കിട്ടാതെ എന്ത് ചെയ്യും? ഇപ്പം സാറിൻ്റെ കഷ്ടപ്പാട് കൊണ്ട് കുറച്ച് ഭാഗം മാത്രമാണ് അപൂർണമാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം പലരും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു ആർക്കും വിരോധമായിട്ട് എന്തെങ്കിലും പറയുന്ന ആളായിരുന്നില്ല ചട്ടമ്പിസ്വാമി. അദ്ദേഹത്തിനോട് ചെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും പറയുന്നുള്ളതല്ലാതെ നാട് നിങ്ങൾ നടന്ന് പ്രതിവാദങ്ങൾ നടത്തിയ ഒരാളല്ല എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഈ മോക്ഷപ്രദീപ ഖണ്ഡനം എഴുതിയത്? കേരളത്തിൽ അന്നത്തെ വലിയ
ഒരു സന്യാസിക്കെതിരെയാണ് ഈ സന്യാസിയുടെ സിദ്ധാന്തങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടാണ് നമുക്കറിയാം ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ സിദ്ധാന്തത്തെ അദ്ദേഹം ഖണ്ഡിക്കാൻ കാര്യം എന്താ? ആ യോഗ പദ്ധതി തന്നെ തെറ്റാണ്. ആ യോഗ പദ്ധതി തെറ്റാണെന്ന് പറഞ്ഞാൽ സംശുദ്ധമായ തെറ്റാണ്. ജഗദീശ്വരനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് തത്ര നിരതിശയത്വം സർവജ്ഞത്വ ബീജം എന്ന് പറയുന്ന ആ എല്ലാ നിരതിശയമായ വിജ്ഞാനത്തിൻ്റെയും ബീജമായ ആദി ബീജമായ ജഗദീശ്വരനെ ബോധ്യപ്പെടാതെ യോഗമെന്നും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പണി കാണിക്കുന്ന ഇന്ന് ഒരുപാട് യോഗ ഇറങ്ങുന്നുണ്ട്. വെറുതെ അങ്ങ് അവനവനെ തിരിച്ചറിയാന്ന് പറയാം. അവനവനെ എന്തറിയാൻ? എനിക്ക് എപ്പോഴും മനസ്സിലായി, അവനവനെ എന്തറിയാൻ? ഈ അമൃതരാജ് എന്ന് പറഞ്ഞ ചങ്ങാതി അറിഞ്ഞിട്ട് എന്ത് കാര്യമോ? 1974 ജനിച്ചു, കുറെ വൃത്തിയോട് കാണിച്ച് ജീവിക്കുന്നു. ഇതെന്തറിയാനാ? അറിയേണ്ടത് എന്താ? മനുഷ്യന്റെ മഹത്വം എന്താണ്? ആത്മാവിന്റെ മഹത്വം എന്താണ്? ആ മഹത്വവും ഞാനും തമ്മിൽ എത്ര ദൂരമുണ്ട്? അതെങ്ങനെ അളന്നു തീർക്കാൻ പറ്റും, നടന്നു തീർക്കാൻ പറ്റും? എനിക്ക് മഹത്വത്തെ തിരിച്ചറിയാൻ പറ്റും, അത് കൈവരിക്കാൻ പറ്റും. ഇതല്ലേ പ്രശ്നം? ഇതെല്ലാം ആത്മാന്വേഷികൾ നേരിടുന്ന പ്രശ്നം അതല്ലേ? ചുമ്മാതെ കണ്ണടച്ചിരുന്ന ഇതാവും. എങ്ങനെയൊക്കെയാണ് ധരിക്കുന്നത്? അത് ജയന്റെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടു, വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഈ താന്ത്രികരുടെയും യോഗികളുടെയും ഇപ്പോഴത്തെ പ്രശ്നം സർവേശ്വരനിൽ ഉറച്ചുകൊണ്ട്, സർവേശ്വരനെ ബോധ്യപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് അവനവനെ തിരിച്ചറിയുന്ന ഒരു പ്രക്രിയയാണ് ഈ യോഗശാസ്ത്രം എന്ന് പറയുന്നത്. അതല്ലാതെ മറ്റെന്തോ ആണ്, എന്തോ ഈ ശീതീകരിച്ച മുറിയിലിരുന്ന് അഭ്യാസം കാണിക്കുന്നതെന്നൊക്കെ ധരിച്ചു വെച്ചിരിക്കുക. ആ ധാരണയ്ക്ക് ആദ്യം തുടക്കമിടുന്ന ഒരു കക്ഷി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. നമ്മൾ ഈ കാര്യമായിട്ട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. കുറേ വിപ്ലവാത്മകമായ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈശ്വരൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് യോഗമാർഗമാകത്തില്ല. ഈശ്വരൻ ഇല്ലാതെ ഒരു യോഗമില്ല എന്ന് സ്ഥാപിക്കാൻ തന്നെയാണ് അത് ചട്ടമ്പിസ്വാമി ആ പ്രതിക്രിയ നടത്തിയത്, ആ നിരൂപണം എഴുതിയത്. പക്ഷെ അത് കിട്ടാനില്ല. എന്ത് ചെയ്യാൻ? പകരം എന്താ? അദ്ദേഹം അതുവഴി പോയപ്പം പാമ്പിനെ പിടിച്ചു, ഇതുവഴി പോയപ്പോൾ തവളയോട് പാട്ട് പാടി കേൾപ്പിച്ചു. ഇതൊക്കെയാണ് പറയുന്നത്. എന്ത് പ്രയോജനമാണ് ഈ അടുത്ത സമൂഹത്തിനുള്ളത് ഈ കഥ പറഞ്ഞതുകൊണ്ട്? അവിടുന്ന് എന്തെല്ലാം ചെയ്തു കാണും? ഒരു യോഗി എന്തെല്ലാം ചെയ്തു കാണും? നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ആ മാർഗത്തെക്കുറിച്ചുള്ള തിരുവെഴുത്തുകളാണ്. അത് തന്നില്ല, തരത്തില്ല, തരാനുള്ള പടിയെടുത്തിട്ടില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് മാത്രം ഞാൻ നിർത്താം. ഈ ചട്ടമ്പിസ്വാമി ഈ പുസ്തകത്തിൻ്റെ ഒരു എന്തെങ്കിലും മഹത്വമുണ്ടെങ്കിൽ അത് ചട്ടമ്പിസ്വാമിയുടെ തിരുവടികളോടുള്ള സമ്പൂർണമായ ഭക്തിയും കടപ്പാടും മാത്രമാണ്. ബാക്കിയൊക്കെ നമ്മളെപ്പോലുള്ള കൊച്ചാളുകൾ ചെയ്ത കാര്യമാണ്. കൊച്ചു മനുഷ്യർ. ഹിമാലയത്തെക്കുറിച്ച് ചെറിയ അതിൻ്റെ താഴെ പോയിരുന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? അതിൻ്റെ എല്ലാ കുറവും ഉണ്ടാവും നമുക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ? ഞാൻ അതാ പറഞ്ഞത്, വലിയ മനുഷ്യന്മാർ ചെയ്യാഞ്ഞത് കൊണ്ടാണ് നമുക്കൊക്കെ ചെയ്യേണ്ടി വരും. സാറ് പറഞ്ഞതുപോലെ നേരത്തെ പോയി കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇതിന് മുഴുവൻ കിട്ടിയേനെ. ഇപ്പം ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളതാണ് ഇത്രയെങ്കിലും കിട്ടുന്നത്. അതിൻ്റെ മഹത്വം അതിൻ്റെ കുറവും ഒക്കെ ഇതിനകത്തുണ്ടാവും, രണ്ടും ഉണ്ടാവും. ഇതിനകത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വാഴൂർ ആശ്രമത്തിൽ നിന്ന് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വാഴൂർ ആശ്രമത്തിൽ നിന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദിഭാഷ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. ഞാൻ ഈ ആദിഭാഷ എന്ന് പറഞ്ഞ പുസ്തകം സ്വാമിയുടേതല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ആദിഭാഷ പോലൊരു പുസ്തകം സ്വാമി എഴുതില്ല. ഈ കട്ടിംഗ് സൗത്ത് ഇന്ന് തമിഴ് സംസ്കൃതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭാരതത്തിൻ്റെ യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു തമിഴ്, പറ്റുമെങ്കിൽ തമിഴ്നാടും സിലോണും എല്ലാം കൂടെ ഒരു വിശാല തമിഴകം ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്ന സാധനത്തിൻ്റെ ഒരാദി സാധനമാണ് ഈ ആദിഭാഷ. അതിന് ഒരുപാട് തെളിവുകൾ. അത് അവിടെയൊക്കെ നിൽക്കട്ടെ, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഈ ആദിഭാഷയ്ക്കും ഉൾപ്പെടെയുള്ള ഈ ചട്ടമ്പിസ്വാമി പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതിയത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഡോക്ടർ കെ മഹേശ്വരൻ നായർ എന്ന് പറഞ്ഞ ഒരാളാണ്. മഹേശ്വരൻ നായർ അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റി സംസ്കൃതത്തിൻ്റെ അധ്യാപകനാണ്. സംസ്കൃതം അറിയാവുന്ന ഒരാളാണ്, നന്നായിട്ട് അറിയാവുന്ന, വ്യാകരണം പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം അതിനകത്ത് പറഞ്ഞത്, സംസ്കൃതം നന്നായി അറിയാമായിട്ടും ചട്ടമ്പിസ്വാമി സംസ്കൃതത്തിൽ ഒരു പുസ്തകം എഴുതിയില്ല. കാരണം അദ്ദേഹം കണ്ടുപിടിക്കുന്നത്, സംസ്കൃതം പിൽക്കാലത്ത് ഇന്ന് നാം കാണുന്നത് പോലെ സവർണ ബൂർഷ്വ ഫാസിസ്റ്റുകളുടെ ഒരു രാജഭാഷയായിട്ട് മാറും എന്ന് അദ്ദേഹം അതായത് ഉദ്ദേശിക്കുന്നത് മോദി അധികാരത്തിൽ വന്നതാണ്. എങ്ങനെയുണ്ട്? അതുകൊണ്ട് അദ്ദേഹം ചട്ടമ്പിസ്വാമി സംസ്കൃതത്തിൽ പുസ്തകം എഴുതിയില്ല. ഇതാണ് നമ്മുടെ ആശാന്മാരുടെ രീതി. ഇതിൽ നിന്ന് എങ്ങനെ ചട്ടമ്പിസ്വാമിയെ മോചിപ്പിക്കാൻ പറ്റും? നമ്മൾ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ ചെല്ലുമ്പം തീർച്ചയായും പാണിനിയിലേക്കും പതഞ്ജലിയിലേക്കും ഒക്കെ നമ്മൾ പഴശ്ശിരാജ പണ്ട് പറഞ്ഞില്ലേ, വ്യാസം പാണിനി ഗർഗ നാരദ ഗണാദാദ്യാൻ മുനീന്ദ്രാൻ ബുധാൻ ദുർഗാൻ ജാവി മൃദംഗശൈല നിലയാൻ ശ്രീപോർക്കലിയും ഇഷ്ടതാവെന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ വ്യാസനും പാണിനിയും ഗർഗനും നാരദനും ഗണാദനും തുടങ്ങിയ മുനീന്ദ്രന്മാരുടെ മാർഗത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ സത്യത്തിൽ വേറെ വഴിയൊന്നുമില്ല. മലയാളിക്ക് വേറെ ഒരു വഴിയില്ല. ഈ ജാടയൊന്നും കണ്ടിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ഇന്ന് ഈ മലയാളത്തിൽ ഓടുന്ന കുറേ ജാടകളുണ്ടല്ലോ. മലയാളം നമ്പർ 1 ആണ്, കേരളം നമ്പർ 1 ആണ്. ഭാരതഖണ്ഡത്തിൽ
നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ മുൻപ് സാക്ഷാത്കരിച്ച മഹത്തായ മാർഗത്തിലേക്ക് ഭാരതം വിശ്വഗുരുവായി വിരാജിച്ചിരുന്ന എന്തൊക്കെ ജ്ഞാനത്തിന്റെ പേരിലാണോ അതിലേക്കൊക്കെ മലയാളി എത്തിച്ചേരാൻ ചട്ടമ്പിസ്വാമിയുടെ മഹത്തായ മാർഗം വീണ്ടും തുറന്നേ പറ്റൂ. അതിലേക്ക് ഒരു കൈത്തിരിയായിട്ട് ഈ പുസ്തകവും ഇനിയും കണ്ടെത്തപ്പെട്ട് സാറിൻ്റെയൊക്കെ മുന്നിൽ തന്നെ സാറ് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സാറിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഒറ്റ മിനിറ്റ് കൂടെ എടുക്കും. സാറിൻ്റെ ഒരു പുതിയ പുസ്തകം വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചു കാണും. വേദഗുരുവായ സദാനന്ദ സ്വാമികളെക്കുറിച്ചാണ്. പലരും തള്ളിക്കളഞ്ഞ ഒരു കക്ഷിയാണ്, എനിക്കറിയാം. ഒരു 15 വർഷം മുമ്പ് അദ്ദേഹം തുടങ്ങിയ ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് എന്നെ ആക്ഷേപിച്ച ആളുണ്ട്. ഇപ്പോൾ അത് വെക്കുന്നുണ്ട്. കേരളത്തിൽ 7 വർഷമാണ് അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളിയെ സ്വന്തം ആശ്രമത്തിൽ താമസിച്ച് പഠിപ്പിച്ച ഒരു മനുഷ്യനാണ്. ഞങ്ങളൊക്കെ THP ചെന്താലിശ്ശേരിയുടെ പുസ്തകം വായിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഇതും ചെയ്യുമ്പം ദൈവമേ ഇതിൻ്റെ രേഖകളൊന്നും ഇല്ലല്ലോ എന്ന് കൊതിച്ചിട്ടുണ്ട്. ഞാനതുകൊണ്ടാണ് ആ പുസ്തകം വായിച്ചെന്ന് തന്നെ സാറിനെ വിളിച്ച് ഞാൻ എൻ്റെ ബഹുമാനം അറിയിച്ചു. കാരണം ഇന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇപ്പം ഇന്നലെ ഒരാളെന്നോട് പറഞ്ഞല്ലോ, സംഘത്തിൻ്റെ ഉയർന്ന ഇവിടെ അപ്പുച്ചേട്ടൻ പറഞ്ഞതേ ഉള്ളൂ, ഇനി നവോത്ഥാനം എന്ന് പറയുന്നത് ഒരുപറ്റം ആളുകളുടെ കൈവശമായിരുന്നു, അവരുടെ സൃഷ്ടിയാണെന്ന് പറയാൻ ആർക്കും ഒക്കില്ല. കാരണം ഇന്നാട്ടിലെ ചട്ടമ്പിസ്വാമിയും സദാനന്ദ സ്വാമികളും ഒക്കെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഈ ചെറുവിരലിൽ ഇങ്ങനെ പിടിച്ചു നടന്നതാണ് കേരളത്തിലെ നവോത്ഥാനം. അല്ലാതെ ഒരുത്തനും കപ്പലയിൽ ഇറക്കിയതല്ല. ഈ ബോധങ്ങളിലേക്ക് നമ്മളെ നയിക്കണമെങ്കിൽ ഈ പറഞ്ഞ കുലാചലങ്ങളുടെ ഈ തീർത്ഥാടനം നടത്തിയേ പറ്റൂ. അതിന് ഈ സദസ്സിന് എക്കാലത്തും ശക്തി ഉണ്ടാകട്ടെ, നിങ്ങളുടെ സാധനകൾക്ക് ശക്തി ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ ഈ ഒരു സംസാരം നിർത്തുന്നു. നന്ദി, നമസ്കാരം.